ഈ ബാർക്കോഴ വിവാദം ഉയർന്ന ആദ്യഘട്ടത്തിൽ സർക്കാർ എടുത്ത പ്രതിരോധം അത് പൊളിയുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. കാരണം അതിനെ ദുർബലപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഏറ്റവും പ്രധാനം ടൂറിസം വകുപ്പിൻ്റെ യോഗം തന്നെയാണ്. കാരണം മന്ത്രി, നമ്മൾ ആദ്യം കാണിച്ച മന്ത്രിയുടെ ആ ബൈറ്റിൽ പറയുന്നത്, മന്ത്രിയുടെ പ്രതികരണത്തിൽ പറയുന്നത്, ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും പ്രാരംഭ ചർച്ചകൾ പോലും ആരംഭിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു കോഴ ഇടപാടിലേക്ക് പോവുക എന്നുള്ളൊരു പ്രതിരോധമായിരുന്നു മന്ത്രി എം പി രാജേഷ് സ്വീകരിച്ചത്. ആ പ്രതിരോധത്തെ പൊളിക്കുന്ന വിവരമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് മദ്യനയം സംബന്ധിച്ച് പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ആ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത് ടൂറിസം വകുപ്പാണ്. ടൂറിസം വകുപ്പ് ഡയറക്ടർ ഈ ബാർ ഉടമകളുടെ അടക്കം ഒരു യോഗം, സൂം മീറ്റിംഗ് വിളിച്ചിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച. അത് ഈ മദ്യനയം ചർച്ച ചെയ്യാനാണ് എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ആ ചർച്ചയിൽ ബാർ ഉടമകളുടെ പ്രതിനിധിയായി, അല്ലെങ്കിൽ സംഘടനയുടെ നേതാവായ വി സുനിൽകുമാർ അടക്കം പങ്കെടുത്തിട്ടുമുണ്ട്. ടൂറിസം വകുപ്പിൻ്റെ മാർക്കറ്റിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഈ സൂം മീറ്റിങ്ങിനുള്ള ലിങ്ക് ഇവർക്കെല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ മദ്യനയത്തിൽ പ്രാരംഭ ചർച്ച പോലും നടന്നിട്ടില്ല എന്നുള്ള പ്രതിരോധം ഇനി നിലനിൽക്കില്ല. അപ്പോൾ വീണ്ടും ഈ ശബ്ദരേഖ സംബന്ധിച്ച്, ഇപ്പോൾ ആ ശബ്ദരേഖയുടെ ഉടമ അനിമോൻ തൻ്റെ ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയെങ്കിലും സർക്കാരിനെ വീണ്ടും സംശയനിഴലിൽ നിർത്തുന്ന കാര്യങ്ങളാണ് വീണ്ടും ആ ഒരു സംശയനിഴലിലേക്ക് സർക്കാർ മാറുകയാണ്. അതിനെ ദൂരീകരിക്കുന്ന രീതിയിൽ ഇനി ഒരു പക്ഷേ അന്വേഷണത്തിലൂടെ ഏതെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ക്രൈംബ്രാഞ്ചുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ പ്രത്യക്ഷത്തിൽ ഈ ശബ്ദരേഖ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട ഒരു ഒഫൻസോ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യ സ്വഭാവം അതിനില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം ഒരു FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടല്ലാതെ എന്താണ് ഈ ശബ്ദരേഖയുടെ വസ്തുത എന്നുള്ള ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് മാത്രം പോയിരിക്കുന്നത്. നമ്മൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നാളെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങും. പ്രധാനമായും അനിമോൻ്റെ അടക്കം ഈ കൊച്ചിയിൽ നടന്ന മീറ്റിംഗിൽ ഉൾപ്പെട്ട ബാറുടമകളുടെ അടക്കം മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. എന്താണ് അവിടെ ചർച്ച ചെയ്തത്, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അതിനൊപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ ബാറുടമകളുടെ ഉള്ളിൽ, ആ സംഘടനയ്ക്കുള്ളിൽ ഒരു പിരിവ് നടന്നിട്ടുണ്ടോ, അങ്ങനെ പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം എങ്ങോട്ട് പോയി എന്നുള്ളൊരു അന്വേഷണവും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിനൊരു ഗൂഢാലോചന സ്വഭാവമുണ്ടോ ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നിൽ? സർക്കാരിനെ ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ ശബ്ദരേഖ സൃഷ്ടിച്ച് അത് പുറത്തുവിട്ടതാണോ? ആ കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. 3 മാസത്തിനകം പ്രാഥമിക എൻക്വയറിയുടെ റിപ്പോർട്ട് നൽകിയാൽ മതിയെന്നാണ് നിയമം. പക്ഷേ അതിനു മുൻപ് തന്നെ വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒഫൻസ് കണ്ടെത്തിയാൽ FIR രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ എന്താണോ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം ആ രീതിയിലേക്ക് അന്വേഷണം പോകാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റകൃത്യ സ്വഭാവം ഈ സംഭവത്തിന് ഇല്ല എന്നുള്ള വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്.